ഹലോ ബ്രോ, ഈ എക്സ്മസ് എക്സാം കഴിഞ്ഞപ്പം സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും വിചാരിച്ചു. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഐ ആം ടെല്ലിങ് യു സംതിങ് വെരി സീരിയസ്. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു ബ്രോ അയച്ചതാണ്. അപ്പോൾ ആ ബ്രോയുടെ പേരും ഇൻസ്റ്റൈഡെന്ന് ഞാനിപ്പോൾ ഇവിടെ റിവീൽ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ബ്രോയോട് ചോദിച്ചപ്പം ബ്രോയ്ക്കൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നുള്ളത്. അപ്പം ഇതിലൂടെ പല സത്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പം അവരോട് ചാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ബ്രോ എനിക്ക് തോന്നുന്നുള്ളത് അത് ഇന്നലെ രാത്രിയാണ് ആ ബ്രോ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ മെസ്സേജ് ഞാനിവിടെ വായിക്കാം. ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. ബ്രോയാണ് എൻ്റെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ. ഞാൻ ബ്രോയുടെ വീഡിയോസൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ബ്രോ എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെയൊക്കെ കിളി പോയിരിക്കുവാണ്. കാരണം കുറേ പഠിക്കാനുണ്ട് ബ്രോ. ഞാനൊക്കെ പഠിക്കാനിരുന്ന ഒരു 30 മിനിറ്റ് പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ബ്രോയെ സമ്മതിച്ചു. ഈ ക്രിസ്മസ് ലീവിൽ എനിക്ക് ഒരു ദിവസം പോലും പഠിക്കാൻ പറ്റിയില്ല. സൈലം ആപ്പിലാണെങ്കിൽ ലൈവും ഇടുന്ന് അത് കണ്ടതുമില്ല. ഞാനിപ്പം ഒരു അവസ്ഥയിലാണ് ബ്രോ. ഫുൾ A+ വാങ്ങാനായി വീട്ടിൽ നിന്നും ട്യൂഷനിൽ നിന്നും സ്കൂളിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും എല്ലാം ഭയങ്കര പ്രഷറാണ് തരുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ എക്സാം സ്റ്റഫാക്കിയത്. സത്യം പറയാമല്ലോ ബ്രോ, ഈ എക്സ്മസ് എക്സാം കഴിഞ്ഞപ്പം സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും വിചാരിച്ചു. മാർക്സ് വളരെ കുറവാണ്. ഓണം എക്സാമിന് എനിക്ക് ഓവറോൾ 77% മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും പോയി. ഒന്നിരുന്ന് പഠിച്ചാലോ എന്ന് വെച്ചാൽ ഒടുക്കത്തെ മടി കാരണം പഠിക്കാൻ ബുക്ക് തുറക്കുന്നതും തോന്നുന്നില്ല. എന്തു ചെയ്യാനാ? ഇനി വെറും 2 മാസം കൂടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിഷമവും ഫുൾ A+ വാങ്ങാനുള്ള പ്രഷറും മോട്ടിവേഷനും ഇല്ലായ്മയും എക്സാംസ് ടഫാക്കിയതിൻ്റെ മൈൻഡ് സെറ്റും എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലാണ് ഞാൻ ഇരിക്കുന്നുള്ളത്. ഇപ്പം സൈലം ആപ്പിൽ ഇംഗ്ലീഷ് ലൈവ് നടക്കുന്നുണ്ട്. അത് കാണണമെന്നുണ്ട്. ബട്ട് മടിയാണ് പ്രശ്നം. ഞാൻ പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളിലാണ്. അവിടെ ഫുൾ പ്രഷറാണ് തരുന്നുള്ളത്. ഈ കഴിഞ്ഞ വെക്കേഷൻ 2 മന്ത്സ് ഏപ്രിൽ ആൻഡ് മെയ് മാസം പോലും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 10th കൊണ്ട് നമുക്ക് വെക്കേഷൻ ടെസ്റ്റ്, ഫസ്റ്റ് ടേം, സെക്കൻഡ് മിഡ് ടേം, സെക്കൻഡ് ടേം, പ്രീ മോഡൽ എക്സാം, ലാസ്റ്റ് എക്സാം 10th ബ്രോ. ഇതെല്ലാം കൂടി ഒരു പ്രഷറാണ് ഞങ്ങളുടെ തലയിൽ. എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. കാരണം ആകപ്പാടെ എനിക്കൊരു ദിവസം കിട്ടുന്നത് 4.5 hours മാത്രമാണ്. സ്കൂളും ട്യൂഷനും കഴിഞ്ഞിട്ട് ഇതിനിടയിൽ പഠിക്കണം, സൈലം കാണണം, അടുത്ത ദിവസമുള്ള ടെസ്റ്റ് പേപ്പർ പഠിക്കണം, അസൈൻമെൻറ്റ് ചെയ്യണം, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ബുക്ക് ചെയ്യണം. ഇങ്ങനെ സമയം പഠിക്കാനായി കിട്ടാറില്ല. ബ്രോ വേറൊന്നും വേണ്ട. ബ്രോ എങ്ങനെയാണ് ഇത്രയും ഫോക്കസായി പഠിക്കുന്നത് മാത്രം പറഞ്ഞു തരുമോ? ഞാൻ കുറച്ച് വലിയ മെസ്സേജാണ് ഇട്ടത്. സോറി ഫോർ ദാറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യം വേറൊരാളുടെ അടുത്ത് പറയുന്നുള്ളത്. അപ്പം ഇതാണ് ആ ഒരു ബ്രോ എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജ്. ബ്രോയുടെ പേരും ഐഡിയൊന്നും ഞാനിവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതിന് ഞാൻ കുറച്ച് മെസ്സേജ് കൊടുത്തിരുന്നു. ഞാനതിന് ശേഷം ചോദിച്ചു, ഇത് ഒരു വീഡിയോ ആക്കി ഇടാൻ ബ്രോയ്ക്ക് താല്പര്യമുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയില്ല, വീഡിയോ ആക്കി ഇടാമെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ ബ്രോ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രോയ്ക്ക് കണ്ട രീതിക്ക് ചെറിയ രീതിക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ പഠിക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളെ പോലെ മടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ പഠിപ്പിയൊന്നുമല്ല. എൻ്റെ മാർക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്സ് ഞാൻ ഉറപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാവും. ഞാനും പഠിക്കുന്നുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂളിലാണ്. സെയിം അവസ്ഥയാണ് എനിക്കുള്ളത്. ഈ എക്സാംസൊക്കെ വെച്ചാൽ ഫുൾ എക്സാംസാണ്, ഡെയിലി എക്സാംസ് ഉണ്ടാവാറുണ്ട് ഇപ്പം. അപ്പം നമ്മൾ ആ ഒരു പ്രഷറിൽ നമ്മളെ മൈൻഡ് സെറ്റാണ് എല്ലാത്തിനും നമ്മൾ തീരുമാനിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ ബ്രോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ A+ വാങ്ങാനായി വീട്ടിൽ നിന്നും ട്യൂഷനിൽ നിന്നും സ്കൂളിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും എല്ലാം ഭയങ്കര പ്രഷറാണ് തരുന്നത്. അതിനിടയിൽ എക്സാം സ്റ്റഫാക്കിയത്. സത്യം പറയാമല്ലോ ബ്രോ, ഈ എക്സാം കഴിഞ്ഞപ്പം സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും വിചാരിച്ചു. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പം ഇതാണ് ബ്രോ അയച്ച മെസ്സേജ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനതിലൊരു വീഡിയോ ആക്കി ബ്രോയ്ക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ബ്രോ റിപ്ലൈ തന്നിരുന്നു, എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യേണ്ട, മറ്റുള്ളവർക്കും വേണ്ടി വീഡിയോ ചെയ്യണം. കാരണം എനിക്കിതുപോലെ കുറേ പേരെ അറിയാം. സോ അവർക്കും കൂടി വേണ്ടി ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആയിരിക്കും.
കാരണം നമുക്കെല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഇനി ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ട്. അപ്പോൾ മാർക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. മാർക്സ് പറഞ്ഞാൽ പോട്ടെ, അത് നമുക്കിനി നമുക്ക് 2 മന്ത്സ് ഉണ്ട്. ഈ 2 മന്ത്സിൽ നമുക്ക് ഉറപ്പായിട്ട് ഫുൾ A+ എടുക്കാൻ പറ്റും. ഇതുവരെ നമുക്ക് ഒരു മാർക്സ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി. പിന്നെ പഠിക്കാനുള്ള മോട്ടിവേഷൻ, നമ്മൾ ജസ്റ്റ് ലുക്ക് അറ്റ് അവർ പാരൻസ് ആൻഡ് ലുക്ക് അറ്റ് അവർ ഫാമിലി. നമുക്ക് നമ്മളുടെ അവസ്ഥ വെച്ച് നമ്മളുടെ അവസ്ഥ വെച്ചിട്ട് തന്നെ നമുക്ക് മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നീട് നമ്മുടെ ഈ ഒരു 2 മന്ത്സ് എന്നുള്ളത് നമ്മൾ 60 days ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 60 days നമുക്കുണ്ട്. അതിൽ നമുക്ക് ഈ ഫെബ്രുവരിയിൽ നമുക്ക് പ്രീ ടെസ്റ്റ്, പ്രീ മോഡൽ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാമെന്നാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ മോഡൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തിലുള്ള PYQs മാത്രം സോൾവ് ചെയ്തുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ സോൾവ് ചെയ്യണം. നമ്മളത് കാര്യമില്ലയെന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മളത് സോൾവ് ചെയ്യണം. എന്നാൽ അതുമായിട്ട് നമുക്കൊരു ബന്ധം ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമ്മളത് സോൾവ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് A to Z നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ 4.5 hours മാത്രമേ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, പല ആളും ചോദിച്ചിട്ടുണ്ട് ഈ 10th ആണ് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ലീവിലൊക്കെ നമുക്ക് ഒരു 24 hours നമ്മളൊരു 10 hours ഉറങ്ങിയാൽ തന്നെ മാക്സിമം 10 hours മാക്സിമം ഉറങ്ങിയാൽ തന്നെ നമുക്ക് ബാക്കി എത്രയുണ്ട്? നമുക്ക് 14 hours ഉണ്ട്. 14 hours നമ്മൾ 14 hours പഠിക്കുമോ? ഇല്ല. നമ്മൾ ബാക്കിയുള്ള hours, നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന hours നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് പറയാനുള്ളത്. അപ്പം 4.5 മാർക്ക് വളരെ കുറവാണെന്നാണ് പറയുന്നത്. മാർക്സൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം. ബ്രോയുടെ വീഡിയോസൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ബ്രോ എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ഓണം എക്സാംസിൻ്റെ ലീവിലൊക്കെ ബുക്ക് തുറക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നെ, അതായത് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് സപ്പോർട്ടൊക്കെ യൂട്യൂബിലൂടെ എനിക്ക് കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ലീവിൽ ബുക്ക് തുറക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ സംഭവം മനസ്സിലായല്ലോ. അതായത് ഈ ഒരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ലീവിലൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഞാനൊന്ന് വായിക്കുന്നുള്ളത്. അപ്പം എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പം അതൊക്കെയാണ്. അപ്പം നമ്മൾ നമ്മുടെ കുറവ് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അത് തിരുത്താൻ വേണ്ടി നമ്മൾ തന്നെ വർക്ക് ചെയ്യുക. അല്ലാണ്ട് നമ്മളിപ്പം ജസ്റ്റ് അതും ആലോചിച്ച് നമ്മളിങ്ങനെ ഡിപ്രസ്ഡായിരിക്കാൻ മണ്ടത്തരമാണ്. അപ്പോൾ അതിനുവേണ്ടി പലതും ചെയ്യാൻ പോകുന്നത് വളരെ മണ്ടത്തരമാണ്. മാർക്സ് പറഞ്ഞെങ്കിൽ നമ്മളത് ആ പേപ്പർ ഇപ്പോൾ നമുക്ക് കിട്ടുമല്ലോ, ആ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന്, നമ്മുടെ കുറ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഹവേഴ്സൊക്കെ നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഒരു സംഭവം നമുക്ക് ഏതിലാണോ മാർക്സ് പറഞ്ഞിട്ടുള്ളത്, ഏതിനാണ് നമ്മുടെ ലെവൽ താണിട്ടുള്ളത്, അത് നമ്മൾ ലെവലപ്പ് ചെയ്ത് തരിക. മാക്സിമം നമ്മളുടെ ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സൈലൻറ്റ് ക്ലാസ്സും എല്ലാം കാണാനുണ്ട്. ട്യൂഷന് പോകുന്നുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് ബ്രോ. അപ്പം സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നത് കുറവാണ്. അപ്പം നിങ്ങളിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ആനിമെ കാണാനൊക്കെ സമയം കിട്ടുന്നുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഓണം എക്സാമിൻ്റെ ലീവിൽ ഞാൻ നിർത്തിയതാണ്. പിന്നീട് ഈ ലീവിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അപ്പോൾ എനിക്ക് ടൈമില്ല. നമ്മുടെ സ്കൂൾ ഡേയ്സിലൊക്കെ എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ കാണാറുണ്ടായിരുന്നില്ല. ഈ ലീവിലാണ് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതാണ് പറയാനുള്ളത്. നമ്മുടെ ടൈം നമ്മൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സംഭവത്തിൽ, അതായത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മാർക്സ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മൾ കാര്യമാക്കണ്ട. നമുക്ക് ഏതിലാണ് മാർക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് നമ്മുടെ കുറ്റമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മൾ ലെവലപ്പ് ചെയ്ത് വരിക. അതാണ്. അതിനിപ്പം ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ, ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഫോക്കസ് കിട്ടുന്നില്ല, മോട്ടിവേഷനാണ് ഏറ്റവും കുറവ്. നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ അവസ്ഥയാണ് നമ്മുടെ മോട്ടിവേഷൻ. നമ്മുടെ മോട്ടിവേഷൻ. നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്സൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ കളിയാക്കും. അതാണ് നമ്മുടെ മോട്ടിവേഷൻ. നമ്മുടെ അടുത്ത എക്സാമിന് നമ്മളത് കാണിച്ചു കൊടുക്കുക. പിന്നീട് ഫോക്കസ് കിട്ടുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വായിക്കുക. നമ്മുടെ ഡിസ്ട്രാക്ഷൻ എന്താണോ അത് അതിൽ നിന്ന് മാക്സിമം ഒഴിവായി നിൽക്കുക. അതിപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുക, ഗെയിം ആണെങ്കിൽ ഗെയിം ഡിലീറ്റ് ചെയ്യാം. പിന്നീട് അതൊക്കെയാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്യാം.
പിന്നീട് നിങ്ങൾ ചിലപ്പം ഇതിൽ പറയുന്നുണ്ട് ബ്രോയുടെ വീഡിയോസ് കണ്ട് സത്യം പറഞ്ഞാൽ ബ്രോ എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ പഠിക്കുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ പോലെ ഭയങ്കര മടിയനാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നെറ്റ് പോയപ്പോൾ ഞാനിവിടെ വയലും വായിച്ച് വെറുതെ ഇരുന്നതാണ്. അപ്പോൾ കണ്ടില്ല, ഞാൻ ജസ്റ്റ് ക്ലാസ് കാണും, പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് വീഡിയോസിന് വേണ്ടി വർക്ക് ചെയ്യും, അതാണ്. പിന്നീട് ഞാനും നിങ്ങളുടെ പോലെ വലിയ പഠിപ്പിയും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ടൈപ്പൊന്നല്ല. എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കും, ആ ഒരു ടൈപ്പാണ്. മടിയൊക്കെ ഉണ്ട്. പിന്നീട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറേ പേരുടെ അവസ്ഥയാണെന്ന് എനിക്കറിഞ്ഞു, ബ്രോയും പറഞ്ഞിട്ടുണ്ട് ഇതിൽ. പിന്നീട് 4.5 hours നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റ് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ആ ഒരു 4.5 hours നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം അതിനുശേഷം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയാണ് കാരണം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ഒരു ദിവസത്തിൻ്റെ ടു ഡു ലിസ്റ്റ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇന്ന ദിവസം ഇതൊക്കെയാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇന്ന ദിവസം എനിക്ക് സോഷ്യലിൽ ഒരു ചാപ്റ്റർ പഠിക്കണം, മാത്സിൽ ഒരു ചാപ്റ്റർ പഠിക്കണം, ജസ്റ്റ് അത്ര മാത്രം ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വേണ്ട ജസ്റ്റ് ഒരു 3-4 കാര്യങ്ങൾ മാത്രം ചെയ്യാം. അത് നമുക്ക് ചെയ്തിട്ട് തീരുന്നത് വരെ നമ്മൾ ആ ഒരു ദിവസം വർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി ഇഷ്ടംപോലെ ഹവേഴ്സ് ഉണ്ടാവും. ആ ഒരു ഹവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഹോബീസ് ചെയ്യാം, നമുക്ക് പാട്ട് കേൾക്കാം, നമുക്ക് കളിക്കാൻ പോകാം, നമുക്ക് ഫുട്ബോൾ കളിക്കാം, എന്ത് ചെയ്യാം. അതാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പം നമ്മളുടെ എയിം നമ്മൾ ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റിലൊക്കെ ചെയ്തിട്ട് വെക്കുക. അപ്പം നമുക്ക് തന്നെ നമ്മളോട് ഒരു കോൺഫിഡൻസ് നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇനി നമുക്ക് ടൈമില്ല, കാരണം ജനുവരി, അതായത് നമുക്കിനി 3 months ഉള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 months ഇല്ല, 2 months ഉള്ളൂ. അപ്പം ഈ ഒരു 2 months നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു 2 months കൊണ്ട് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് ഫുൾ A+ ഉറപ്പായിട്ട് അടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറിയതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ടതില്ല. നമ്മൾ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫുൾ A+ അടിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പം ഇത് വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ അഭിനവ്.